السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നിങ്ങളെ ഏവരെയും ഈ മഹത്തായ മസ്ജിദിൽ വെച്ച് ദീനുൽ ഇസ്ലാമിന്റെ ഏതാനും ചില കാര്യങ്ങൾ പറയുവാൻ അല്ലാഹു വലിയ അനുഗ്രഹം ചൊരിഞ്ഞതിൽ സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ വിലപ്പെട്ട സമയങ്ങളും സന്ദർഭങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ സർവ്വ ദോഷങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ മഹബായ ഫദ്ല് കൊണ്ട് പുറത്തു തന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നാം യഥാർത്ഥത്തിൽ എന്താണ് മോക്ഷത്തിന്റെ മാർഗമായി വളരെ പ്രാധാന്യപൂർവം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇന്നത്തെ നമ്മുടെ ജുമുഅ ഖുതുബയിലൂടെ നിങ്ങളെല്ലാവരും ശ്രവിച്ചു കഴിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള അടിയുറച്ച വിശ്വാസം, ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ നമ്മിലുണ്ടായിരിക്കേണ്ടുന്ന മാറ്റങ്ങൾ, ഇതാണ് നമ്മെ ഓരോരുത്തരെയും മോക്ഷത്തിന് അർഹരാക്കി തീർക്കുന്നത്, സ്വർഗത്തിലേക്ക് എത്തിച്ചേർക്കുന്നത്, നരകത്തിയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുന്നത് എന്ന് നിങ്ങളെല്ലാം ഇന്നത്തെ ഖുതുബയിലൂടെ ശ്രവിക്കുകയുണ്ടായി. അതിന്റെ ഉപോത്ബലകമായിക്കൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ഉമ്മത്തിന്റെ എല്ലാ നന്മയുടെ കാര്യങ്ങളിലും ശ്രദ്ധിച്ച ആളാണ്. ഈ സമൂഹം ഒരിക്കലും പിഴച്ചു പോകരുത്, നശിച്ചു പോകരുത്, അവർ നരകാഗ്നിയിൽ പെട്ടുപോകരുത്, അവരെല്ലാവരും രക്ഷപ്പെടണം എന്ന ഏറ്റവും വലിയ ആർത്തിയും ആഗ്രഹവുമുള്ള നേതാവായിരുന്നു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെ ചലിച്ചാലല്ലാതെ നമുക്ക് രക്ഷയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ
സൂറത്തു തൗബയുടെ അവസാന ഭാഗത്ത് പഠിപ്പിച്ചിരുന്നത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ വന്നതിനെക്കുറിച്ച് അല്ലാഹ് പറയുന്നു, നിങ്ങൾക്കിതാ റസൂൽ വന്നിരിക്കുന്നു. എങ്ങനെയുള്ള റസൂലാണ്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂല് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകത എന്താണ്? അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അസീസുൻ അലൈഹി, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വളരെയേറെ വിഷമമാണ്. മാനിത്തും, നിങ്ങൾ വിഷമിക്കുന്നതിൽ വല്ലാത്ത പ്രയാസമുള്ള നബിയാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ വളരെയേറെ ആഗ്രഹമുള്ളയാളാണ്. നിങ്ങൾ നന്നാവണം, നിങ്ങൾക്ക് രക്ഷ കിട്ടണം, നിങ്ങൾക്ക് മോക്ഷം കിട്ടണം എന്ന് തുടങ്ങി നിങ്ങളുടെ നന്മയുടേതായ എല്ലാ കാര്യങ്ങളും വളരെയേറെ ശ്രദ്ധയുള്ള നബിയാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് അതേ വളരെയേറെ വാത്സല്യമുള്ള, വളരെയേറെ കാരുണ്യമുള്ള നബിയാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആഗ്രഹം എത്രത്തോളമായിരുന്നു? ഈ സമുദായം നന്നാവണം. മനുഷ്യ സമുദായം ഒരിക്കലും അപകടത്തിൽ ചെന്ന് ചാടരുത്, അവരൊരിക്കലും നശിച്ചു പോകരുത്, അവരൊരിക്കലും വഴിവിളച്ചു പോകരുത്. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ മുഴുവൻ നൽകിക്കൊണ്ട് അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ മുമ്പ് അവിടുന്ന് ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പഠിപ്പിച്ചു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ട് പോകുന്നു. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ പിഴക്കൂല. ആ രണ്ട് കാര്യങ്ങളിൽ നിന്ന് പിടുത്തം വിട്ടാൽ പിഴച്ചു പോകുമെന്നാണ് അതിന്റെ മറുവശം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന്, അല്ലാഹുവിന്റെ ഗ്രന്ഥം അഥവാ പരിശുദ്ധ ഖുർആൻ. രണ്ടാമത്തത്, പരിശുദ്ധ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ ഒരാൾ ഖുർആൻ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിന്റെ അറബിയിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി അതാത് ഭാഷക്കാർ, ഇംഗ്ലീഷുകാരനാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി, മലയാളിയാണെങ്കിൽ ഒരു മലയാള ഡിക്ഷണറി, ഇങ്ങനെ മറിച്ച് വെച്ച് അങ്ങനെ ഖുർആനിന്റെ അർത്ഥം ഡിക്ഷണറി നോക്കിയാൽ അങ്ങനെ മനസ്സിലാകുന്നതല്ല. പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ, അതുകൊണ്ട് അല്ലാഹു എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അത് അല്ലാഹ് തന്നെയാണ് ബയാൻ ചെയ്യേണ്ടത്. ഇന്ന അലൈനാ സുമ്മ ഇന്ന അലൈനാ ബയാന, അത് വിശദീകരിക്കലും നമ്മുടെ മേലാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പരിശുദ്ധ ഖുർആൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് സ്വന്തമായി നബിയെ നിങ്ങളങ്ങ് വ്യാഖ്യാനിച്ചോളൂ എന്ന് പറഞ്ഞതല്ല. ആ വ്യാഖ്യാനം എങ്ങനെയാണ് ഖുർആനിന്റെ ഓരോ വചനങ്ങളും മനസ്സിലാക്കേണ്ടതെങ്കിൽ അതും കൂടി പരിശുദ്ധ ഖുർആൻ കൊടുത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ, നിങ്ങൾ അറിയണേ, ഇന്നീ ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു. വമിസ്ലഹു മഅഹു, അതിന്റെ കൂടെ അത്ര കൂടി അതുപോലെ വേറെയും നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഖുർആൻ മാത്രമല്ലല്ലോ വഹ്യ്, പരിശുദ്ധ ഖുർആൻ മാത്രമല്ല വഹ്യായിട്ടുള്ളത്. ഖുർആനിന് പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പല സന്ദർഭങ്ങളിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ കൊടുത്ത വഹ്യുകളുണ്ട്. അതാണ് ഹദീസുകൾ, അതല്ലെങ്കിൽ സുന്നത്തുകൾ. ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതും, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു, അത് നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന പക്ഷം നിങ്ങൾ ഒരിക്കലും
ഒരിക്കലും പിഴക്കുന്ന പ്രശ്നമില്ല. അതിലൊന്ന് അള്ളാഹുവിന്റെ കിതാബാണ്, മറ്റൊന്ന് എന്റെ ചര്യകളാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ നിലയ്ക്ക് മാനവ സമൂഹത്തിന്റെ മോക്ഷത്തിനും മോചനത്തിനും ആവശ്യമായതെന്തും അവിടുന്ന് പഠിപ്പിച്ചു. അതിലേറ്റവും പരമപ്രധാനമായ കാര്യമാണ് അൽ ഈമാനു ബില്ലാഹ്. അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാവാഞ്ഞാൽ എല്ലാം അപകടത്തിലായി. ശിർക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ അവന്റെ നമസ്കാരം, നോമ്പാദി ഒരു കർമ്മങ്ങൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു വിലയുമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ച കാലഘട്ടം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവിടുത്തെ നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം അവിടുന്ന് ജീവിച്ച 23ഓളം കൊല്ലം. ആ 23ഓളം കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. 53ാമത്തെ വയസ്സിൽ ഹിജറ പോകുന്നവരെയുള്ള ആ 13 കൊല്ലം, പിന്നീട് മദീനയിൽ താമസിക്കുന്ന 10 വർഷം. ഈ കാലയളവിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവിടുന്ന് മക്കയിൽ ജീവിച്ചിരിക്കുന്ന ഹിജറയുടെ കാലഘട്ടത്തിന്റെ മുമ്പ് ഇറങ്ങിയിട്ടുള്ള ആയത്തുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ അതിലൊക്കെയും നമുക്ക് ഇസ്ലാമികമായ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കണം, പരലോകത്തെക്കുറിച്ച് എങ്ങനെ പഠിക്കണം, പരലോകബോധം എങ്ങനെ ഉണ്ടാകണം, പ്രവാചകന്മാരെ കുറിച്ചെന്ത് മനസ്സിലാക്കണം, വേദഗ്രന്ഥങ്ങളെക്കുറിച്ചെന്ത് മനസ്സിലാക്കണം, മലക്കുകളെ കുറിച്ചെന്ത് മനസ്സിലാക്കണം, ഇങ്ങനെ വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യന്റെ മനസ്സിൽ ഈമാൻ ദൃഢവൽക്കരിക്കുകയാണ്. കാരണം ഒരാളോട് ആദ്യം തന്നെ ഒരാളോട് വിശ്വാസമില്ലാത്ത ഒരാളോട് നീ മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ അയാൾ എന്താ മദ്യപിച്ചാൽ ഞാൻ ചോദിക്കുക. നീ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് ആ മദ്യപാനവും വ്യഭിചാരമൊന്നും പോലീസും പട്ടാളമൊന്നും നോക്കാതെ തന്നെ അയാൾക്കത് ഒഴിവാക്കാൻ സാധിക്കണമെങ്കിൽ എന്റെ റബ്ബിനത് ഇഷ്ടമില്ല എന്ന വിവരം അയാൾക്കുണ്ടാകണം. റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം വേണം. അള്ളയാരാണെന്നറിയണം, അവന്റെ ഖുദ്റത്തറിയണം, നാളെ മഹ്ശറിലേക്ക് ഞാൻ പോകണം എന്നറിയണം, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഇവിടുത്തെ ജീവിതം കൊണ്ട് തീരുന്നില്ല എന്നറിയണം, ഖബറിൽ ചോദ്യമുണ്ട്, വിചാരണയുണ്ട് എന്നറിയണം, മഹ്ശറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പോയി ഈ ലോകത്ത് ജീവിച്ച സർവ്വജീവിതത്തെ കുറിച്ചും അവിടെ ചോദ്യമുണ്ടെന്ന ബോധമുണ്ടാകണം. ഈ നിലക്കഥാ മക്കയിൽ ജീവിക്കുന്ന 10-13ഓളം വർഷങ്ങളിൽ ഇറങ്ങിയ ആയത്തുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിപ്പെടുത്തുന്ന ആയത്തുകളാണ്, മലക്കുകളിലുള്ള വിശ്വാസം ശരിപ്പെടുത്തുന്ന വചനങ്ങളാണ്. അതേ പരലോകബോധമുണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന വചനങ്ങളാണ്. അന്ത്യനാളിൽ സംഭവിക്കാൻ പോകുന്ന അതിഭീകരമായ അടയാളങ്ങളെ കുറിച്ച് പറയുന്ന വചനങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ മനസ്സങ്ങ് പരുവപ്പെടുത്തി. അങ്ങനെ പരുവപ്പെടുത്തി ഈമാൻ ദൃഢമായ മനസ്സുകളോടാണ് പിന്നെ മദീനയിലെത്തി. പിന്നീടാണ് ഇസ്ലാമിന്റെ മറ്റ് നിയമങ്ങളൊക്കെ ഇറങ്ങുന്നത്. ഒരുപാട് നിയമങ്ങൾ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ഒക്കെ മദീനയിലെത്തിയ ഹിജറയ്ക്ക് ശേഷമാണ് നമുക്ക് ഇറങ്ങിയതായി കാണാൻ കഴിയുന്നത്. അതുവരെ ഒരു മനുഷ്യന്റെ മനസ്സിലാണ് മാറ്റം വരേണ്ടത്. ഒരു മനുഷ്യന്റെ മനസ്സ് നന്നായില്ലെങ്കിൽ, അവന് ഈമാൻ ശരിയായില്ലെങ്കിൽ അവൻ നിസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും സക്കാത്ത് കൊടുത്തിട്ടും ഹജ്ജ് ചെയ്തിട്ടൊന്നും പ്രയോജനമില്ല. അതുകൊണ്ട് ആദ്യം നന്നാവേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നന്നാക്കി എന്ന് ചുരുക്കം. ആദ്യം പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു പഠിപ്പിച്ചു എന്നർത്ഥം. ഏതു പ്രവാചകന്മാരാകട്ടെ അതാത് കാലഘട്ടങ്ങളിൽ വരുമ്പോൾ ആ ജനങ്ങൾക്കിടയിൽ ആദ്യം അവരോട് പറഞ്ഞിരുന്നത് എന്താ? വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അതേ ഒരൊറ്റ നബിയെയും നാം അയച്ചിട്ടില്ല, ആ നബിക്ക് നാം വഹ്യ് കൊടുത്തിട്ടല്ലാതെ. എന്താണ് വഹ്യ് കൊടുത്തത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ ഒഴികെ ഒരാരാധ്യനില്ല. അല്ലാഹു പറയാണ്, അതുകൊണ്ട് ഫഅ്ബുദൂൻ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. ഇത് പറയാത്ത ഒരൊറ്റ നബിയും കഴിഞ്ഞു പോയിട്ടില്ല. മഹാന്മാരായ സർവ്വ പ്രവാചകന്മാരും അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, അഫ്ദലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സർവ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പഠിപ്പിക്കാനാണ് സർവ പ്രവാചകന്മാരും വന്നത്. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൂർത്തിയാക്കി എല്ലാ കാര്യങ്ങളും ഈ സമൂഹത്തോട് പഠിപ്പിച്ചു. അതിന്റെ കൂടെ വിശ്വാസം ഒരാളിൽ നന്നായി കഴിഞ്ഞാൽ അയാളിൽ നിന്ന് പിന്നെ നരകാഗ്നിയിലേക്ക് പോകാണ്ടുന്ന ഒരു ദുഷിച്ച സ്വഭാവങ്ങൾ
വിരോധങ്ങളും ഉണ്ടായിത്തീരാൻ പാടില്ല. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ എമ്പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന, നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന, അത്ര ഗൗരവം കൊടുക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അവിടുന്ന് പഠിപ്പിച്ച ഒരു മര്യാദ, അതല്ലെങ്കിൽ ചില മര്യാദകളാണ് ഇന്ന് എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിന്റെ ഒരു ഭാഗമാണിപ്പോൾ നിങ്ങൾ ഈ കേട്ടത്. വഴികളോട് നിങ്ങൾ അതിന്റെ കടമകൾ നിറവേറ്റണം. നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ പറയുന്നത്. ഞാൻ ആദ്യം നിങ്ങളെ ആ ഹദീസ് കേൾപ്പിക്കാം. മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഞാൻ കേട്ടു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സഹാബി പറയാണ്, ഇയ്യാകും വൽ ജുലൂസ അല തുർഖാത്ത് فقالوا ما لنا بد إنما هي مجالسنا نتحدث فيها قال فإذا بيتم إلا المجالس فأعطوا الطريق حقها قالوا وما حق الطريق قال غض البصر وكف الأذى ورد السلام وأمر بالمعروف ونهي عن المنكر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇയ്യാക്കും നിങ്ങൾ സൂക്ഷിക്കണേ, വൽ ജുലൂസ അല തുർഖാത്ത് വഴികളിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കരുത്. നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെറുതെ അങ്ങാടി കറങ്ങാനുള്ളവനല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഇത് നബി തങ്ങൾ പറഞ്ഞപ്പോ അന്നത്തെ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ പോലെ ഇങ്ങനെ വലിയ മാർക്കറ്റുകള്, ഷോപ്പുകള്, വലിയ സംവിധാനങ്ങള് ഒന്നുമില്ല. അന്നുള്ള ആകെ ആളുകൾക്ക് വലിയ ഹാളുകളോ മീറ്റിംഗ് സഭകളോ ഒന്നുമില്ല. അന്നത്തെ വീടുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുമിച്ച് കൂടാവുന്ന വിശാലമായ സ്ഥലങ്ങളുമല്ല. അത്തരം ഒരു സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറയുന്നത്, നിങ്ങളിങ്ങനെ വഴിവക്കുകളിലൊന്നും ഇങ്ങനെ ഇരിക്കരുത്. അങ്ങനെ വഴിയിലൊന്നും വെറുതെ അങ്ങനെ ഇരിക്കാൻ അങ്ങനെ കൂടി നിൽക്കുക, ആ പരിപാടി നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഫഖാലു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അവര് പറഞ്ഞു, മാ ലനാ ബുദ്ദുൻ, അല്ലാഹുവിന്റെ റസൂലേ, അത് മുടക്കിയാൽ ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസാവുമല്ലോ, ഞങ്ങൾക്ക് അനിവാര്യമാണ് നബിയെ. എന്തെങ്കിലും ഒന്ന് ചങ്ങാതിമാരുടെയൊക്കെ കൂടെ ഒന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് പരസ്പരം ചർച്ച ചെയ്യാനും ഒക്കെ വേറൊരു വേദിയില്ലല്ലോ. അന്ന് അവർക്കിങ്ങനെ എവിടെങ്കിലൊക്കെ വഴിയിലൊക്കെ ഒരു തണല്ലോ എവിടെങ്കിലൊക്കെ കൂടിയിരിക്കാനേ സൗകര്യങ്ങളുള്ളൂ. ഇന്നമാ ഹിയ മജാലിസുനാ നതഹദ്ദസു ഫീഹാ, ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ വേറെ അവസരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വഴിവക്കുകളിൽ ചിലപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സൗകര്യമുള്ള ഏതെങ്കിലും മരത്തണലോ ഇങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് കൂടിയിരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും നബിയെ. അതുകൊണ്ട് അങ്ങനെ വഴികളിലൊന്നും ഇരിക്കരുത് എന്ന നിർദ്ദേശം അല്ലാഹുവിന്റെ റസൂലേ അത് പറഞ്ഞാൽ ഞങ്ങൾക്കതൊരു അനിവാര്യമായ കാര്യമായതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് സ്വഹാബമാര് ചോദിക്കുന്നത്. ഈ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എങ്കിൽ ഫൈദാ ബൈത്തും മിനൽ മജാലിസ്, നിങ്ങൾക്കങ്ങനെ ഇരിക്കാതെ നിവൃത്തിയില്ലയോ, നിങ്ങൾക്കങ്ങനെ ഇരിക്കാതെ കഴിയില്ലയോ, അങ്ങനെ വഴികളിൽ നിങ്ങൾക്ക് ഇരിക്കേണ്ടി വരുന്നു, കൂടി നിൽക്കേണ്ടി വരുന്നു, അങ്ങനെ അവിടെ നിൽക്കേണ്ടി വരുന്നു. ആ നിലക്ക് പൊതുനിരത്തുകളിൽ വഴികളിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ചില അവകാശങ്ങൾ വഴികൾക്കുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ കഴിഞ്ഞുകൂടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾ പാപികളാകും. അത് ശ്രദ്ധിച്ചാലേ നിങ്ങൾക്കവിടെ ഇരിക്കലും നിൽക്കലുമൊക്കെ അനുവദനീയമാകൂ. ആളുകൾ ധാരാളമായി നടന്നു പോകുന്ന, ആണും പെണ്ണുമൊക്കെ നടന്നു പോകുന്ന, അതാണല്ലോ പൊതുനിരത്തുകൾ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഇന്നത്തെ പോലെ അല്ല. അന്ന് വളരെ ചുരുങ്ങിയ സംവിധാനങ്ങളാണ്. എന്നാൽ അന്നത്തേക്കാൾ ഈ ഹദീസിന് വ്യാപകമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ വഴിക്കവലകൾ മാത്രമല്ല ഈ പ്രശ്നങ്ങളുള്ളത്. നമ്മളതാ യാത്ര ചെയ്യുന്ന എയർപോർട്ടുകൾ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കരയിലൂടെ, കടലിലൂടെ, അതുപോലെ തന്നെ ആകാശത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, നമ്മൾ ഷോപ്പിങ്ങിനായി കയറുന്ന ഷോപ്പിംഗ് മാളുകൾ, അതുപോലെ തന്നെ കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുന്നവരാണ്.
പുറത്തിറങ്ങേണ്ടവരാണ്. പലരുമായും കാണേണ്ടി വരും, പല രൂപത്തിലുള്ള ആളുകളുമായി ഇടപഴകേണ്ടി വരുന്നവരാണ്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരിക്കേണ്ടുന്ന ചില പൊതുമര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചില അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. താഴെ പറയുന്ന കാര്യങ്ങൾ അത് വഴിവക്കുകളിൽ മാത്രമല്ല എല്ലായിടത്തേക്കും ബാധകമാണെങ്കിലും ഇങ്ങനെ പൊതുനിരത്തുകളിൽ കൂടിയിരിക്കും. നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്, ഇവിടെ ഒന്നും ഇല്ലാത്തതുപോലെ വേറൊരു സംവിധാനം നമ്മുടെ നാടുകളിലുണ്ട്. ഇവിടെയൊക്കെ നാടുകളിൽ ഇങ്ങനെ ബസ് സ്റ്റോപ്പുകളിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കുറെ ഇരിക്കുന്നുണ്ടാവും, കുറെ ചെറുപ്പക്കാരും അല്ലാത്തവരൊക്കെ. അതുപോലെ തന്നെ കലുങ്കുകളിൽ ഇങ്ങനെ അവിടെ കൂടിയിരിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും വല്ല ബിൽഡിംഗ് നിർമ്മാണത്തിന് കുറച്ച് കല്ലുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അയിമ കുറെ ചെറുപ്പക്കാരിന്ന് സംസാരിക്കുന്നുണ്ടാകും. ഇങ്ങനെ വഴിവക്കുകളിൽ ഇരുന്ന് ഇങ്ങനെ സ്വറ പറഞ്ഞ് ഇങ്ങനെ വൈകുന്നേരോ അതല്ലെങ്കിൽ പകലോ ഒക്കെ 4 മണിക്ക് ശേഷമോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ആളുകൾ ഇങ്ങനെ വഴികളിൽ ഇങ്ങനെ ഇരുന്ന് സ്വറ പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതും ഇതിൽ വളരെയേറെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അങ്ങനെ ഇരിക്കരുത് എന്നാണ് അവിടുന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കരുത്, അതൊരു പൊതുമാന്യമായ സംസ്കാരമല്ല. വായിൽ നോക്കി ഇങ്ങനെ വെറുതെ നിൽക്കുക, പോണവരൊക്കെ ഇങ്ങനെ നോക്കി അതിങ്ങനെ വെറുതെ ഒരു പണിയില്ലാതെ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കേണ്ടവനല്ല മുസ്ലിം. മുസ്ലിം പുറത്തിറങ്ങുന്നത് കാര്യഗൗരവമുള്ള കാര്യത്തിനായിരിക്കും. എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ആ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്റെ വീട്ടിലേക്ക് മടങ്ങാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ളത് പടച്ച തമ്പുരാന്റെ ഭവനങ്ങളാണ്. ആ ഭവനങ്ങളിൽ നിങ്ങൾ നേരത്തെ എത്തി വൈകി പോകണം എന്നാണ് അവിടുന്ന് പറയുന്നത്. പള്ളികളിലാവുമ്പോൾ നേരത്തെ എത്തുക, വൈകി പോവുക. അതേ അവസരത്തിൽ പൈശാചികമായ പലതും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് മാർക്കറ്റുകൾ. അവിടേക്ക് നിങ്ങൾ ആവശ്യം വരുമ്പോൾ മാത്രം പെട്ടെന്ന് പോയി പെട്ടെന്ന് പോണെന്നാണ്. അപ്പൊ ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ആവശ്യമില്ലാതെ അവിടെ ഇവിടെയും കൂടിയിരുന്ന് സൊറച്ച് അതിലൂടെയൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് ഫിത്നകൾ, അത് സൂക്ഷിക്കണമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറഞ്ഞു. എന്നിട്ട് സഹാബത്ത് ചോദിക്കണം, എന്തൊക്കെയാ നബിയെ ഞങ്ങളപ്പോ ശ്രദ്ധിക്കേണ്ട അവകാശങ്ങൾ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറയുന്ന ഒന്നാമത്തെ കാര്യം ഗദ്ദുൽ ബസർ, അതേ ദൃഷ്ടി നിയന്ത്രിക്കണം. കണ്ണ് താഴ്ത്തലാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. കാരണം പൊതുവഴിയാണ്, പലരും അതിലൂടെ കടന്നു പോകും, പലരും അവിടെ ഉണ്ടാകും, പലരും അതിലൂടെ നടന്നു പോകും, പലരെയും നിന്റെ മുമ്പിൽ കാണാനാകും. അവിടെയൊക്കെ നിന്റെ ദൃഷ്ടിയെ നീ നിയന്ത്രിക്കണം. പരിശുദ്ധ ഖുർആൻ അതാ സത്യവിശ്വാസികളോടും വിശ്വാസിനികളോടും പറഞ്ഞ ഏറ്റവും സംസ്കാരം നിലനിർത്താൻ ആവശ്യമായ പെരുമാറ്റച്ചട്ടങ്ങളതാ ഖുർആൻ പറയുന്നു. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. അതേ സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയൂ നബിയേ, യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ, വയഹ്ഫളൂ ഫുറൂജഹും. ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ ആ വചനം. കണ്ണ് താഴ്ത്തട്ടെ എന്ന് പറഞ്ഞ ഉടനെ പറയുന്നത് എന്താ? ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ എന്നാ. എന്താണത് തമ്മിലുള്ള ബന്ധം? ഒരു മനുഷ്യൻ ലൈംഗികമായ അരാജകത്വത്തിലേക്ക് എത്താനുള്ള ആദ്യത്തെ കവാടം അനാവശ്യമായ നോട്ടമാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഒരു മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് പെട്ടെന്നാണ് എടുത്തു ചാടലല്ല. വ്യഭിചാരത്തിലേക്ക് ഒരു മനുഷ്യൻ പെട്ടെന്ന് അങ്ങ് എടുത്തു ചാടലല്ല. അതിന്റെ മുമ്പ് പല കടമ്പകളും കടന്നിട്ടുണ്ടാകും. അതിലേറ്റവും ഒന്നാമത്തെ കടമ്പ എന്താ? നോക്കലെന്നെ. അനാവശ്യമായതിലേക്ക് നോക്കിപ്പോകരുത്. അത് ജീവനുള്ള പെണ്ണാണെങ്കിലും പെണ്ണിന്റെ ഫോട്ടോ ആണെങ്കിലും ആരാണെങ്കിലും അതെ, അനാവശ്യമായ ഒരു നോട്ടം അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗൗരവത്തോടെ ഉണർത്തി. അതാണ് റബ്ബുൽ ആലമീൻ പറയുന്നത്, മുഅ്മിനീങ്ങളോട് പറയൂ, ഈമാനുള്ള മുഅ്മിനീങ്ങളോട്, സത്യവിശ്വാസം അടിയുറച്ചവരോട് പറയണം. അതേ, അവർക്ക് അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാനാകൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈമാൻ ശരിയായാലല്ലേ ഇത് പറഞ്ഞാൽ ആളുകൾ കേൾക്കുകയുള്ളൂ. ഞാൻ നോക്കിയാൽ നിങ്ങൾക്കെന്താ, ഞാൻ നോക്കിയാൽ എന്താ, നോക്കിയിട്ടില്ലെങ്കിൽ എന്താ, നിങ്ങൾക്കെന്താ ഛേദം? അല്ല, അത് അവൻ മനസ്സിലാക്കണം. ഞാൻ നോക്കിയാൽ ആരും കാണുന്നില്ല, ഒറ്റയ്ക്ക് ഞാൻ എന്റെ റൂമിൽ, എന്നാ എനിക്ക് കുറെ കണ്ട് രസിച്ചൂടെ, കുറെ കേട്ട് രസിച്ചൂടെ? ഇല്ല, അവിടെയാണ് ഈമാനിന്റെ പവർ മനസ്സിലാക്കേണ്ടത്. ആരും കാണുന്നില്ല. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ
തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെ അവൻ അറിയുന്നവനാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നാം അതാ ഒന്ന് ആരാരും അറിയാതെ ഞൊടിയിട കൊണ്ടൊരു ഹറാമിലേക്കൊന്ന് കണ്ണ് വെട്ടിയിട്ടുണ്ടെങ്കിൽ അതല്ല അറിയുന്നവനാണ്. അതേ, അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒളിച്ചു വെക്കുന്ന കാര്യങ്ങൾ മുഴുവനും അല്ലാഹു അറിയുന്നവനാണ്. ആ ബോധമുണ്ടെങ്കിൽ ആ ബോധമുള്ള മുഅ്മിനീങ്ങളോട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തേണ്, അവരവരുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കട്ടെ. അങ്ങനെ ലൈംഗികാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ദാലിക അസ്കാലഹും, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധിക്ക് യോജിച്ചത്, അതാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, നിശ്ചയമായും അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പൊ ഇത് പുരുഷന്മാരോടുള്ള കൽപ്പന. അതേപോലെ തന്നെ റബ്ബുൽ ആലമീൻ സ്ത്രീകളോടും പറയുന്നു, വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, സൗണ്ട് ഒരു ശരിയായിക്കോളും, പറയുന്നത് കേൾക്കണ്ടല്ലോ. വഖുല്ലിൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറയൂ, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, ലൈംഗികാവയവങ്ങളെ അവരും കാത്തു സൂക്ഷിക്കട്ടെ. അപ്പൊ ഇസ്ലാമികമായി ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അനാവശ്യമായ നോട്ടങ്ങൾ, ആശ വെച്ചുള്ള നോട്ടങ്ങൾ ഇസ്ലാം ഗൗരവത്തോടുകൂടി വിരോധിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജരീർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ജരീർ റളിയല്ലാഹു തആല അൻഹു സഹാബി പറയാണ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ നദറത്തിൽ ഫുജ്അ ഫഖാല യുസ്രിഫ് ബസറക. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, അൻ നദറത്തിൽ ഫുജ്അ, നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, പെട്ടെന്നുണ്ടാകുന്ന നോട്ടം. ഒരാൾ നമ്മൾ നടന്നു പോകുകയാണ്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് നമ്മൾ വിചാരിക്കാതെ യാദൃച്ഛികമായി കൊണ്ടുള്ള ഒരു നോട്ടം വന്നുപോയാൽ എന്താണ് അതിന്റെ വിധി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ വല്ല അനാവശ്യമായ കാര്യങ്ങളിലേക്കും കണ്ണ് പെട്ടെന്ന് വന്നുപോയാൽ യസ്രിഫ് ബസറക, നിന്റെ ദൃഷ്ടിയെ നീ തിരിച്ചുവിടണം, ഉടനെ തന്നെ ദൃഷ്ടിയെ നീ മാറ്റണം, പിന്നെയും പിന്നെയും നോക്കരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, യാ അലി ലാ തുത്ബിഇ നദറത നദറ ഫഇന്ന ലകൽ ഊലാ വലൈസത് ലക الثانിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലി ലാ തുത്ബിഇ നദറത അന്നദറ, ഒരു നോട്ടം, ആ നോട്ടത്തെ തുടർന്നുകൊണ്ട് പിന്നെയും ഒരു നോട്ടം, തുടരെ നീ ഇങ്ങനെ നോക്കരുത്. ഏതോ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ നടക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയിൽ അനാവശ്യമായ ഒരു ദൃഷ്ടി ഏതെങ്കിലും നിലക്കൊരു കാഴ്ച പെട്ടുകഴിഞ്ഞാൽ തന്നെ പിന്നെയും അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ആവർത്തിച്ചുള്ള നോട്ടം അത് തെറ്റാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഇന്നലകൽ ഊലാ, ഒന്നാമത്തെ നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് നീ ഉത്തരവാദിയല്ല, നീ അറിയാതെ നിന്റെ കണ്ണിൽ പെട്ടതാണ്. അതേ അവസരത്തിൽ വലൈസത് ലക الثانിയ, രണ്ടാമത്തേതിന് നിനക്ക് അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടെ ഉണർത്തുകയാണ്. ഇവിടെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനിവാര്യമായ സാഹചര്യങ്ങളിൽ ഇറങ്ങി നടക്കുന്നവന്റെ കഥയാണ് ഈ പറയുന്നത്. അനിവാര്യമായ സാഹചര്യങ്ങൾ, നിർബന്ധ സാഹചര്യങ്ങൾ അല്ലാതെ നിങ്ങൾ അങ്ങനെ വഴിവക്കുകളിൽ ഇരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെ കാണാനും രസിക്കാനും നോക്കാനും ആനന്ദിക്കാനും ഒക്കെ വേണ്ടി മാത്രമായി ആളുകൾ പുറത്തിറങ്ങുന്ന ഒരു കാലഘട്ടം. എത്രത്തോളം അത് ഗൗരവമായിരിക്കും, എത്രത്തോളം അത് അപകടത്തിലേക്ക് ചെന്ന് ചാടും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദൃഷ്ടി നിയന്ത്രിക്കലാണ് ഏറ്റവും പ്രധാനം. ഇത് നമ്മളെല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ദൃഷ്ടി നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അതിലൂടെയാണ്, നോട്ടത്തിലൂടെയാണ് മനുഷ്യന് ആശ വരുന്നത്. ആശ വരുന്നതിലൂടെയാണ് അവൻ ഹറാമായ കാര്യങ്ങൾ നിവർത്തിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഏർപ്പാടുകളിലേക്ക് അവൻ പിന്നീട് മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് ആ കവാടം തന്നെ ഇസ്ലാം അങ്ങടച്ചു. ഇസ്ലാം പറയുന്നത് വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ അതിന്റെ മുമ്പ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തഖറബുസ് സിനാ,
നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിന്റെ കവാടങ്ങളെയൊക്കെ ഇസ്ലാം കൊട്ടിയടച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ മര്യാദകളായി നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, മാ തറക്തു ബഅദീ ഫിത്നതൻ അദറ അല റിജാലി മിനൻ നിസാ. എന്റെ ഉമ്മത്തിന് എനിക്ക് ശേഷം ഞാൻ വിട്ടേച്ചു പോകുന്ന ഒരു ഫിത്നയും എനിക്ക് പേടിയില്ല. ഏതിനേക്കാൾ? പുരുഷന്മാർക്ക് സ്ത്രീകളെ കൊണ്ടുണ്ടാകുന്ന പരീക്ഷണത്തെക്കാൾ വലിയൊരു പരീക്ഷണം ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ഇതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ഇന്ന് നിർബാധം ആളുകൾ ഈ കണ്ണ് താഴ്ത്തുക എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തയില്ലാതെ അവരവർ താമസിക്കുന്ന റൂമുകളിൽ അനാവശ്യമായ നിലക്ക് അള്ളറന്ന ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് അവൻ ഡാൻസുകളും പാട്ടുകളും അതുപോലെ തന്നെ കൂത്തുകളും അങ്ങേയറ്റം ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് കടന്നുറങ്ങി ഫജ്റും നഷ്ടപ്പെടുന്നു, ഹറാമുകൾ ചെയ്യുന്നു, വാജിബായ കാര്യങ്ങൾ പോലും അനുഷ്ഠിക്കാതെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷയെ അവൻ വിളിച്ചു വരുത്തുന്നു. ഈ ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ ശരിയാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് പഠിപ്പിച്ചു എന്ന കൂട്ടത്തിൽ പുറത്തിറങ്ങുമ്പോൾ ആദ്യം നിയന്ത്രിക്കേണ്ടത് കണ്ണാണ്, ആദ്യം നിയന്ത്രിക്കേണ്ടത് മനുഷ്യന്റെ ദൃഷ്ടിയാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സഹോദരന്മാരെ, രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? കഫുല്ലദാ. ഉപദ്രവങ്ങളെ നിങ്ങൾ തടുക്കണം. ഒരിക്കലും ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത്. എന്താണ് ആ പറയുന്നതിന്റെ ഉദ്ദേശം? നമ്മൾ നടന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വഴിയിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വഴിയിലൂടെ വാഹനമോടിക്കുകയാണ്. ഒരാൾക്കും നമ്മൾ കാരണമായി കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എവിടെയായിരുന്നാലും മുസ്ലിമിന്റെ സംസ്കാരം എന്തായിരിക്കണം? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറയുന്നത് ശരിയായ മുസ്ലിമാകണമെങ്കിൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരാളുടെ കൈയുടെ ഉപദ്രവത്തിൽ നിന്ന്, ഒരാളുടെ നാവിന്റെ ഉപദ്രവത്തിൽ നിന്ന് മറ്റുള്ളവരൊക്കെ രക്ഷപ്പെടണം എന്നാണ്. എന്റെ നാവ് കൊണ്ട്, എന്റെ കൈ കൊണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവമുണ്ടാകാൻ പാടില്ല, ഒരു ബുദ്ധിമുട്ടുമുണ്ടാകാൻ പാടില്ല. ആ നിലക്ക് ഉപദ്രവങ്ങളില്ലാതെ സൂക്ഷിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. അത് വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ, വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു ഉപദ്രവമുണ്ടെങ്കിൽ അത് എടുത്തു നീക്കുന്നത് ഈമാനിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശാഖോപശാഖകളാണ്. അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, അദ്നാഹ, അതിൽ ഏറ്റവും താഴേക്കടയിലുള്ളത് ഇമാത്തത്തുൽ അദാ മിനത് തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ നീക്കലാണ്. ഇന്ന് സാധാരണഗതിയിൽ ആളുകൾ വഴിയിലേക്ക് ഉപദ്രവങ്ങൾ ഇങ്ങോട്ടിടലാണ്. വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലാത്തടത്ത് പാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരാളെ കണ്ടാൽ പൊതുനിരത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വാഹനം അവിടെ വെക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് മറ്റേയാളോട് സംസാരിക്കുക, വഴിയാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കുക, വഴിയിലേക്ക് ചീഞ്ഞ തക്കാളിയും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത വേസ്റ്റുകളും ഇങ്ങോട്ട് വലിച്ചെറിയുക. അതുപോലെ തന്നെ ഒട്ടേറെ ഉപദ്രവങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിൽ വിശിഷ്യാ നമുക്ക് കാണാൻ സാധിക്കും. മലമൂത്ര വിസർജനം വരെ പൊതുനിരത്തുകളിൽ നിർവഹിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ വിസർജിക്കരുതെന്ന് ബോർഡ് എഴുതി വെച്ചാൽ അതിന്റെ അടിയിൽ തന്നെ പോയി ഇരുന്ന് വിസർജനം നിർവഹിക്കുന്ന പതിവാണ് പലപ്പോഴും പല നാടുകളിലും ഉള്ളത്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനുഷ്യരുടെ ശാപം വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. ഇത്തഖുല്ല ആനൈൻ, ശാപത്തിന് കാരണമാകുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലദീ യതഖല്ലാ ഫീ തരീഖിൻ നാസി ഔ ഫീ ളില്ലിഹിം. ജനങ്ങൾ നടക്കുന്ന വഴിയിൽ വിസർജനം നിർവഹിക്കുക, മൂത്രയിക്കുക, മാലിന്യങ്ങൾ ഉണ്ടാക്കി തീർക്കുക. ഔ ഫീ ളില്ലിഹിം, അല്ലെങ്കിൽ അവർ വിശ്രമിക്കുന്ന തണലുകളിൽ അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങള്, മാലിന്യങ്ങള്, വിസർജനങ്ങളൊക്കെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് ആ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശാപം വിളിച്ചു വരുത്തുന്ന കാര്യമാണ് എന്നാണ്. ഇന്നെല്ലാവരും അവരവരുടെ കാര്യം മാത്രം ശ്രദ്ധിച്ച് വഴികളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലോകമാണ്. ഇവിടെയാണ് നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങളിൽ വരെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഇതിന്റെ പ്രാധാന്യവും പുണ്യവും നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു സംഭവം.
ബൈനമാ റജുലുൻ യംശി ബിതരീഖിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബൈനമാ റജുലുൻ യംശി ബിതരീഖിൻ വജദ ഗുസ്ന ശൗകിൻ അല തരീഖ് ഫഅഖറഹു ഫശകറ അല്ലാഹു ലഹു ഫഗഫറ ലഹു. നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ നടന്നു പോകുന്ന ആ മനുഷ്യൻ കണ്ടു ഗുസ്ന ശൗകിൻ അല തരീഖ്, ആളുകൾക്ക് ശാരീരികമായി ഉപദ്രവമുണ്ടാക്കുന്ന ഒരു മുൾപടർപ്പ്, വഴിയിലേക്ക് മുള്ളിന്റെ ഒരു കൊമ്പ് തൂങ്ങി നിൽക്കുന്നത് ഈ മനുഷ്യൻ കണ്ടപ്പോൾ ഫഅഖറഹു, അദ്ദേഹം അത് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഉപദ്രവമുള്ള നിലക്കായി തീരാതിരിക്കാൻ അതിനെ അങ്ങോട്ട് വഴിയിൽ നിന്ന് മാറ്റി നിർത്തി. ഫശകറല്ലാഹു ലഹു, അല്ലാഹു അദ്ദേഹത്തിന് നന്ദി ചെയ്തു. ഫഗഫറ ലഹു, അദ്ദേഹത്തിന്റെ പാപം പൊറുക്കാൻ അത് കാരണമായി എന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല കാര്യം. നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ പാപമോചനത്തിന് നിമിത്തമാകുന്നു. ഇവിടെ നിങ്ങൾ ഇതിന്റെ ഒരു വ്യാപകമായ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരാളുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ ഒരൽപ്പം മുള്ള് കോറുന്നത് കണ്ടപ്പോൾ ആ മുള്ള് കോറാതിരിക്കാൻ അതങ്ങ് മാറ്റിവെച്ചവനോട് അള്ളാഹു ഏറ്റവും വലിയ നന്ദി ചെയ്തു, അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തു എന്ന് പറയുമ്പോൾ, ഭൗതികമായ ലോകത്ത് നടന്നു പോകുമ്പോൾ ഒരു മുള്ളു കോറിയ വലിയ അപകടമൊന്നും വരാനില്ല. ഒരു മുള്ളൊന്ന് കോറിയാൽ ചിലപ്പോ ഒന്ന് ചോര പടിഞ്ഞു വരും, അല്ലെങ്കിൽ വസ്ത്രം ഒന്ന് കൊളത്തിയാൽ അല്പം ഒന്ന് കീറിന് വന്നേക്കും, അതിലപ്പുറമൊന്നും സംഭവിക്കാനില്ല. എന്നിട്ടും അത്തരം ഒരു കാര്യത്തിൽ ഒരാൾ ശ്രദ്ധ വെച്ചപ്പോ അയാൾക്ക് അല്ലാഹു നന്ദി ചെയ്തു. അയാളോട് അല്ലാഹു വലിയ പ്രതിഫലം കൊടുത്തു, അയാൾക്ക് അയാളുടെ പാപങ്ങളല്ല പുറത്തു കൊടുത്തു എന്ന് പറയുമ്പോ, ഒരു മനുഷ്യനെ ഇത്ര നിസ്സാരമായ ഒരു പരിക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ തന്നെ ഇതാണ് കൂലിയെങ്കിൽ, മനുഷ്യൻ ശാശ്വതമായി വീഴാൻ പോകുന്ന നരകത്തിയിൽ നിന്നൊരാളെ രക്ഷപ്പെടുത്താൻ വേണ്ട പണിയെടുത്താൽ അതിന്റെ കൂലി എത്രയായിരിക്കും? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭൗതികമായ ലോകത്തുള്ള കേവലം ഒരു മുള്ളു ശരീരത്തിൽ കോറുന്നതിൽ നിന്ന് നമ്മളൊന്ന് തടസ്സം ആ വഴിയിൽ നിന്ന് മാറ്റിയാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇത്രത്തോളം പ്രതിഫലമാണെങ്കിൽ, മനുഷ്യന്റെ മരണത്തിന്റെ ശേഷം അതാ തുടങ്ങുന്ന അവന്റെ ഖബർ ജീവിതം, അതുപോലെ തന്നെ മഹ്ശറ, അവിടെ അഭിമുഖീകരിക്കാനുള്ള ശാശ്വതമായ നരകം, ആ നരകത്തിലേക്ക് മാത്രം മനുഷ്യനെ എത്തിക്കുന്ന കർമ്മങ്ങളാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ, അയാളോട് അത് പറഞ്ഞു ഉപദേശിച്ച് അയാളെ ആ തിന്മയിൽ നിന്ന് മാറ്റിയെടുത്ത് ശാശ്വതമായ നരകശിക്ഷയിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുന്ന നിലക്ക് അയാൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്താൽ ഉണ്ടാകുന്ന പുണ്യം എത്രയാണ്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അലി, നിന്റെ കൈ മുഖേന ഒരാളെങ്കിലും നന്നായാൽ, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ, ഒരാളെങ്കിലും നീ മുഖേന നന്നായി കഴിഞ്ഞാൽ അത് ഖൈറുൽ ലക മിൻ ഹുംരിൻ നഅം. ഈ ലോകത്ത് വലിയ സമ്പാദ്യമായി അറബികൾ അന്ന് കണക്കാക്കിയിരുന്നതാണ് വാഹനങ്ങളുടെ, അന്നത്തെ വാഹനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച വാഹനമായി അവർ കണ്ടിരുന്നതും ഏറ്റവും മികച്ച സമ്പത്തായി എന്നവർ മനസ്സിലാക്കിയിരുന്നതും ചുവന്ന ഒട്ടകക്കുട്ടികളായിരുന്നു. അതിനന്ന് വലിയ വിലയായിരുന്നു. അതൊക്കെ ഒരാൾ ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവൻ വലിയ മുതലാളിയായിരുന്നു. അത് ഉപമപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, അലി, നിന്റെ കൈക്ക് ഒരാളെങ്കിലും നന്നായാൽ നിനക്ക് ചുവന്ന ഒട്ടകക്കുട്ടിയേക്കാളും അത് ഖൈറാണ്. ദുനിയാവിൽ കിട്ടുന്ന എന്തിനേക്കാളും ഖൈറാണ് നാം മുഖേന ഒരാൾ നന്നായാൽ. നമ്മൾ മനസ്സിലാക്കുക, ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ അയാൾക്കൊരു അപകടം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാളുടെ റൂട്ട് നമ്മൾ തിരിച്ചുവിട്ട് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ അത് എത്ര വലിയ കാരുണ്യ പ്രവർത്തനാണ്. നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട്, പല ആളുകൾക്കും ഗവൺമെന്റ് വലിയ രൂപത്തിലുള്ള പതക്കങ്ങൾ, സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. ധീരതക്കുള്ള അവാർഡ് കൊടുക്കാറുണ്ട്. ആർക്കാണത്? മുങ്ങി മരിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് തത്സമയം വളരെയേറെ ധൈര്യം സംഭരിച്ചുകൊണ്ട് പുഴയിൽ ചാടി ആ കുരുന്നിന്റെ ജീവൻ രക്ഷിച്ചു. അതുകൊണ്ട് പഞ്ചായത്തും എല്ലാവരൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് ഗവൺമെന്റ് അയാൾക്ക് ധീരതക്കുള്ള അവാർഡ് കൊടുക്കുന്നത് കാണാം, ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, മനുഷ്യനെ ശാശ്വതമായി ഒരാൾ നരകത്തിയിലെത്തുന്നത് അവനൊരിക്കലും അതിന്റെ മോചനമില്ലാത്ത പാപമാണ് ശിർക്ക്. അതുപോലെ തന്നെ കുഫർ, അതിൽ നിന്നൊരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആവുന്നതൊരു മുസ്ലിം ചെയ്യൽ ബാധ്യതയല്ലേ? അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു മര്യാദ, അംറുൻ ബിൽ മഅറൂഫി വ നഹ്യുൻ അനിൽ മുൻകരി. നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കൽ നിന്റെ ബാധ്യതയാണ്.
ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് തടയലും നിന്റെ ബാധ്യതയാണ്. അതേ വഴിയിൽ ഇറങ്ങുമ്പോ, നടക്കുമ്പോ, ആളുകൾ കൂടുന്നിടത്ത് നിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോ, നീ ഒരു ഭാഗത്തതായിരിക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ പറയാൻ നിനക്ക് അവസരം കിട്ടുമ്പോൾ നീ അത് ഉപദേശിക്കണം. നല്ല കാര്യങ്ങൾ ഉപദേശിക്കണം. ചീത്തയായ കാര്യങ്ങൾ കാണുമ്പോൾ നിന്റെ കഴിവിന്റെ പരിധി എന്താണോ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീ അതിനെ തടയണം, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അതേ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കണം. വഴി കാണിക്കൽ ഏറ്റവും വലിയ സ്വതക്കയല്ലേ? അത് ഈ ലോകത്ത് വഴിയിൽ വെച്ചൊരാള് അതേ അങ്ങേ ഗ്രാമത്തിലേക്കുള്ള വഴി ഏതാണ്, ഇന്നയാളുടെ ഷോപ്പിലേക്കുള്ള വഴി ഏതാണ്, അതേ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ഏതാണ്, ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ വഴിയറിയാതെ തപ്പിത്തടയുന്നവർ അന്ധനാണെങ്കിലും ഇനി കണ്ണ് കാണുന്ന മനുഷ്യനാണെങ്കിലും വഴി അറിയാതെ നടക്കുന്ന ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് സ്വതക്കയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴിയങ്ങ് കാണിച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലോ അത് എത്രമാത്രം വലിയ പ്രവർത്തനമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തിന്റെ ഐഡന്റിറ്റിയായി പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ഉമ്മത്തിന് മറ്റുള്ളവരിൽ നിന്നുള്ള ഐഡന്റിറ്റി എന്താ? കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അതേ, നിങ്ങൾ ഉത്തമമായ സമുദായമാണ്. ഉത്തമ സമുദായത്തിന്റെ ഐഡന്റിറ്റി എന്തായിരിക്കണം? തഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ല കാര്യം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകരി, അതേ നിഷിദ്ധമായ കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ ജനങ്ങളെ തടയുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പൊ യഥാർത്ഥ വിശ്വാസം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാള് നല്ല കാര്യം പറയുന്ന സദസ്സുകൾ, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നിടത്ത് അയാൾ മാറി നിൽക്കൂല. അയാളെ ബാധ്യതയാണ്. എനിക്കിതൊന്നും ബാധ്യതയില്ല എന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. നിങ്ങളുടെ ഒരു സംസാരം മുഖേനയാണ് ഒരാളെ നന്നാക്കാൻ കഴിയുന്നതെങ്കിൽ, അത് ഏത് മാർഗത്തിലൂടെയാണ് ഒരാൾക്ക് സൽപാന്താവ് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ അത് നമ്മുടെ ബാധ്യതയാണ്. അതെല്ലാവരുടെയും ബാധ്യതയാണ്. നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മയെ വിരോധിക്കണം, അല്ലെങ്കിൽ നിങ്ങളിൽ വ്യാപകമായ ശിക്ഷയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അവിടുന്ന് ഒരു ഉദാഹരണമായ രൂപത്തിൽ പറഞ്ഞു. സമൂഹത്തിൽ കാണുന്ന, നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു തിന്മ, അല്ലെങ്കിൽ കുടുംബത്തിൽ കാണുന്ന ഒരു തിന്മ, അത് ഞാൻ നോക്കേണ്ടതില്ല, ചെയ്യുന്നവർ ചെയ്യട്ടെ എന്ന നിലക്ക് മിണ്ടാതിരുന്നാൽ ചീത്തപ്പേര് വരുമ്പോ എല്ലാവർക്കുമാണ് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമാരൂപത്തിൽ പറഞ്ഞു. ഒരു കപ്പലിലൂടെ യാത്ര പോകുന്ന ആളുകളെ കുറിച്ച്, ഒരു പായക്കപ്പലിലൂടെ അല്ലെങ്കിൽ ഒരു ചെറിയ കപ്പലിലൂടെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ആരെക്കുറിച്ചാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറയുന്നത്? അള്ളാന്റെ ദീൻ അനുസരിച്ച് ശരിക്ക് ജീവിക്കുന്ന ഒരാളുടെ ഉപമ എന്ന് പറഞ്ഞാൽ അയാൾ നന്മ കൊണ്ട് കൽപ്പിക്കും, തിന്മ വിരോധിക്കും, ശരിയായ മുഅ്മിനാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കുന്നയാളാണ്. ആ നിലക്കുള്ള ഒരു മനുഷ്യന്റെ ഉപമ. അതുപോലെ വേറൊരാള്, അയാൾ എന്നും തെമ്മാടിത്തവും തെറ്റൊക്കെയാണ് ചെയ്യുക. ഇങ്ങനെ രണ്ടാളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാ ഉദാഹരിച്ചത്? കപ്പലിലെ യാത്ര. കപ്പലിന് രണ്ട് തട്ടുണ്ട്, മുകൾ തട്ടുണ്ട്, താഴെ തട്ടുമുണ്ട് എന്ന് സങ്കല്പിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ് ഉദാഹരണ സഹിതം. മുകളിൽ കുറെ ആളുകൾ ഇരിക്കുന്നു. അങ്ങനെ അവർ നറുക്കെടുപ്പ് നടത്തി, ആരാ മുകളിൽ ഇരിക്കേണ്ടത്? അങ്ങനെ ഉണ്ടാവുമല്ലോ, മുകളിൽ ആരായിരിക്കേണ്ടത്? നല്ല കാറ്റൊക്കെ കിട്ടുന്ന കപ്പലിൽ മുകളിൽ ആയിരിക്കണം, താഴെ ആയിരിക്കണം എന്നൊക്കെ തർക്കമായ പിന്നെ ആളുകൾ നറുക്കെടുപ്പ് നടത്തി. അങ്ങനെ യാത്രക്കാർ നറുക്കെടുപ്പൊക്കെ നടത്തിയപ്പോ കുറെ ആളുകൾക്ക് മുകളിൽ സീറ്റ് കിട്ടി, കുറെ ആളുകൾക്ക് താഴെ സീറ്റ് കിട്ടി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇങ്ങനെ യാത്ര സുഗമമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ താഴെയുള്ള ആളുകൾക്ക് വെള്ളം, അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എന്താണ്, അവർ മുകളിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോയി ആളുകളുടെ അടുത്തൂരൊക്കെ നടന്നുപോയി അവിടെ നിന്ന് അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ടാങ്കിൽ നിന്ന് വേണം താഴെ തട്ടിലുള്ള ആളുകൾക്കും ആവശ്യത്തിനുള്ള ജലം കിട്ടണമെങ്കിൽ. അങ്ങനെ അവർ കുറച്ചൊക്കെ മേലെ പോയി എടുക്കും, വെള്ളം എടുക്കും, കുടിക്കും, കുളിക്കും, മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിലൂടെ അവരുടെ യാത്രാ സമയത്ത് അവരിങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തി. കുറച്ച് കഴിഞ്ഞപ്പോ ഈ താഴെ ഇരിക്കുന്ന ആളുകൾക്കൊരു നല്ല ചിന്ത. എന്താ ചിന്ത? ഒരു നല്ല ചിന്തയാണ് നമ്മൾ കേൾക്കുമ്പോ. എന്താണ് വല്ല ഇഖ്ലാസോടെ അവർ പറയുന്നത്? നമ്മൾ എന്തിനായി മുകളിൽ പോയിട്ട് ഈ ആളുകൾ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നമ്മൾ അവരുടെ അടുത്തൊക്കെ പോയി അവരൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നിടത്ത് പോയി അവരൊക്കെ ബുദ്ധിമുട്ടിച്ച് നമുക്ക് ആവശ്യമായ വെള്ളമൊക്കെ സംഭരിക്കാൻ വേണ്ടി മുകളിലേക്ക് നമ്മൾ പോകുമ്പോ അത് അവർക്കൊരു പ്രയാസല്ലേ?
അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നമുക്കൊരു പ്ലാൻ തയ്യാറാക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഈ പുഴയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് ചെറിയൊരു തുളച്ചാല് സൗകര്യത്തിന് വെള്ളം നമുക്ക് കിട്ടുമല്ലോ എന്ന് താഴെയുള്ള ആളുകൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. അങ്ങനെ അവര് അഭിപ്രായപ്പെട്ടു മാത്രമല്ല, അവര് പറയാണ് ലൗ അന്നാ ഖറഖനാ ഫീ നസീബിനാ ഖറഖാ വലം നുഅദി മൻ ഫൗഖനാ, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ താഴെയുള്ള സ്ഥലത്ത് നമുക്കതാ വെള്ളം കിട്ടാൻ വേണ്ടി ഒരു ചെറിയ തുളയങ്ങ് തുളച്ചാൽ മുകളിലേക്ക് പോയിട്ട് കണ്ടോ, അവരുടെ ആ ന്യായം നോക്കണം. വലം നുഅദി മൻ ഫൗഖനാ, മുകളിലിരിക്കുന്ന ആളുകളെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാതെയാകാമല്ലോ, അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ, നമുക്ക് നമ്മളെ സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ മുക്കിയെടുത്ത് സുഖമായിട്ട് അങ്ങനെ സുഖയാത്ര പോകാമല്ലോ എന്നിങ്ങനെ അവര് പറയുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് കേട്ട് നിൽക്കുന്ന മനുഷ്യരെ, ആരെങ്കിലും ഈ ചങ്ങാതി തൊരപ്പൻ കൈ കപ്പല് തുരക്കാൻ വേണ്ടിയിട്ട് ഒരുമ്പെടുമ്പോ അവന്റെ കൈ പിടിക്കാതെ അവിടുന്ന് പറയാണ്, ആ അപകടം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന, ആ ഫിത്ന ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നവന്റെ കൈക്ക് പിടിക്കാതെ എല്ലാവരും അവന്റെ പാട്ടിനായിക്കോട്ടെ, ആ താഴെ ഓട്ടുണ്ടായിക്കോട്ടെ, അവർക്ക് വെള്ളം കിട്ടാനല്ലേ, നമ്മളിപ്പോ സുഖമായിട്ട് മുകളിലിരിക്കല്ലേ, കാറ്റൊക്കെ കൊണ്ടിരിക്കല്ലേ, നമ്മളതൊന്നും നോക്കണ്ട, അവരെന്താച്ച് ചെയ്തോട്ടെ എന്ന നിലയ്ക്ക് അവന്റെ പ്രവർത്തനത്തിന് തടയിടാതെ, അവന്റെ കൈ പിടിക്കാതെ, അവനെ അതിൽ നിന്ന് ഉപദേശിച്ച് മാറ്റി നിർത്താതെ അവനെ അവന്റെ പാട്ടിന് വിട്ടാൽ ഹലകൂ ജമീഅ, ചെയ്തവൻ മാത്രമല്ലല്ലോ ആ കപ്പലിലുള്ള നിരപരാധികളും ആ കപ്പലിലേക്ക് വെള്ളം നിറച്ചു കയറി മുങ്ങുമല്ലോ. എല്ലാരും മുങ്ങും. കപ്പലും കിട്ട് മുങ്ങുമ്പോ നീയാ തുളച്ചത്, നീ മുങ്ങിക്കോ, ഞങ്ങൾ രക്ഷപ്പെടുകയാണെന്നൊന്നും ആർക്കും പറയാൻ കഴിയൂല. മുങ്ങുമ്പോ എല്ലാരും മുങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മറിച്ച് അരുത് സഹോദര, ഇത് നമ്മൾ സുഖമായി യാത്ര ചെയ്യുന്ന കപ്പല, ഇത് തുരങ്കം വെക്കരുതേ, അനാവശ്യം ഇവിടെ ചെയ്യരുതേ, അനിവാര്യമായതല്ലാതെ കാണിക്കരുതേ, നമ്മുടെ സുരക്ഷിതത്വത്തിന് വികാരം നിൽക്കുന്നതൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ചാലോ നജൗ, ഈ പറഞ്ഞവനും രക്ഷപ്പെട്ടു, വനജൗ ജമീഅ, മുഴുവൻ ആളുകളും രക്ഷപ്പെട്ടല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഉപമ എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ വേണം. പ്രിയമുള്ളവരെ, സമൂഹത്തിൽ അതാ ഞാൻ കുടുംബനാഥനാണ്, അതെ എന്റെ കുടുംബത്തിൽ എന്തോ നടന്നോട്ടെ, ഞാൻ കൃത്യമായി പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, നിസ്കരിക്കുന്നുണ്ടല്ലോ, അതല്ലെങ്കിൽ എന്റെ നാട്ടിൽ എന്തോ നടന്നോട്ടെ, ഞാനതറിയേണ്ടതില്ല, ഞാനൊന്നിനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ തിന്മകൾ കാണുമ്പോൾ ആ തിന്മകളോട് അതേ കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അരുത് സഹോദര, ഇത് ചെയ്താൽ നിങ്ങൾ നരകത്തിൽ ശാശ്വതവാസിയാകും, ഇന്ന പ്രവൃത്തി ചെയ്താൽ നിങ്ങൾക്ക് ഖബർ ശിക്ഷ മുതൽക്ക് തന്നെ ശിക്ഷ തുടങ്ങുകയാണ്, ഇന്ന മാർഗത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ നിങ്ങൾക്ക് ഖബറിലും ശിക്ഷയാണ്, മഹ്ശറിലും ശാശ്വതമായ ശിക്ഷയാണ് എന്നിങ്ങനെ പറഞ്ഞ് അതേ ഏറ്റവും ഗൗരവമുള്ള പാപമായ ശിർക്ക് മുതൽക്ക് ഏറ്റവും നിസ്സാരമായി നമ്മളൊക്കെ കാണാവുന്ന ഏതൊക്കെ പാപങ്ങളുണ്ടോ അതിലേക്കെല്ലാം പോകുന്ന ജനങ്ങളെ അതിൽ നിന്നെല്ലാം കൈപിടിച്ച് രക്ഷിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷയുണ്ട്. അപ്പൊ സമൂഹത്തിൽ കാണുന്ന ആ രൂപത്തിലുള്ള പാപങ്ങൾ കാണുമ്പോൾ അവരെ പറഞ്ഞു മനസ്സിലാക്കൽ എല്ലാവരും ബാധ്യതയാണ്. അല്ലാതെ എനിക്കിവിടെ സുഖാണ്, ഞാൻ ഒന്നുമില്ല എന്ന് പറയേണ്ടവനല്ല. അപ്പൊ സത്യവിശ്വാസിയോട് പറയാം, നീ പുറത്തിറങ്ങുന്നുണ്ടോ, ആളുകളുമായി ഇടപഴകുന്നുണ്ടോ, വഴിവക്കുകളിൽ ഇരിക്കേണ്ടി വരുന്നുണ്ടോ, വഴിവക്കുകളിൽ ആളുകളുമായി ഇടപഴകേണ്ടി വരുന്നുണ്ടോ, നീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. നല്ല കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കണം. തിന്മയായ കാര്യങ്ങൾ കാണുമ്പോ നിന്റെ കഴിവിന്റെ പരിധിയിൽ ഒതുങ്ങിരുന്നുകൊണ്ട് നീ അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കണം, നീ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു മര്യാദ. അവിടുന്ന് പഠിപ്പിച്ച മറ്റൊരു മര്യാദ എന്താണ്? നാലാമത്തെ ഒരു കാര്യം റദ്ദുസ്സലാം. സലാം മടക്കണം. നമ്മളിപ്പോ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോ ചിലപ്പോ റിസപ്ഷനിലായിരിക്കും ഒരാളിരിക്കുന്നത്, അതല്ലെങ്കിൽ റോട്ടിൽ ഒരാളിങ്ങനെ കുറച്ച് ആവശ്യത്തിന് നിൽക്കുക, അപ്പൊ അതിലൂടെ ഒക്കെ അങ്ങനെ പോകുന്ന ആളുകൾ അസ്സലാമു അലൈക്കും. സാധാരണഗതിയിൽ സലാം പറയുമ്പോഴുള്ള മര്യാദ എന്താണ്? നമ്മൾ പലപ്പോഴും
മനസ്സിലാക്കിയ നല്ല പരിചയമുള്ള ആളും നല്ല കൂട്ടുകാരനൊക്കെ ആണെങ്കിൽ അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ മിണ്ടാതെ പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അവിടുത്തോട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, നബിയെ ഏറ്റവും ഇസ്ലാമിലെ മുന്തിയ കാര്യേതാ, ഏറ്റവും നല്ല ഇസ്ലാമിക സ്വഭാവം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സന്ദർഭത്തിൽ യോജിക്കുന്ന കാര്യം പഠിപ്പിച്ചു കൊടുത്തു. തുത്ഇമു ത്വആം, നീ അന്നം നൽകണം, ഭക്ഷണം നൽകണം, വിശക്കുന്ന ഒരു ഭക്ഷണം നൽകണം. വതഖറഉ സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നീ പരിചയമുള്ളവർക്കും അല്ലാത്തവർക്കുമൊക്കെ നീ സലാം പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. പരിചയമുള്ളവർക്ക് മാത്രം സലാം പറയുന്ന ഒരു കാലഘട്ടമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാവർക്കും സലാം പറയണം, പരിചയമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൃത്യമായി പറഞ്ഞതാണ്, എത്ര ആൾ സലാം പറഞ്ഞാലും മടക്കിയിരിക്കണം, അല്ലെങ്കിൽ നീ അവിടെ നിൽക്കണ്ടാന്ന്. നീ അങ്ങനെ ഒരു പൊതുസ്ഥലത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നീ ഒരു പൊതുവായ ഒരു സ്ഥലത്താണ്, വരുന്നവരും നടന്നു പോകുമ്പോഴൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറയും. ആദ്യമൊക്കെ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ആളോടും പറഞ്ഞു, മൂന്നാമത്തോടും പറഞ്ഞു, നാലാമത് ഒരുത്തും സലാം വരും. മിക്കവാറും പണിയൊന്നുമില്ലല്ലോ, ഇവിടെ ഇങ്ങനെ സലാം മടക്കി ഇങ്ങനെ ഇരിക്കല. അങ്ങനെയാണെങ്കിൽ നീ അവിടെ നിൽക്കണ്ടാന്ന്, നീ അവിടെ നിൽക്കണ്ട, പോണ അവിടുന്ന്. അവിടെ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ നീ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടോ, ആയിരങ്ങൾ സലാം പറഞ്ഞാലും മടക്കിക്കൊള്ളണം, അത് നിർബന്ധമാണ്. അതെ, അതൊരു വളരെ പ്രധാനമായ കാര്യമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കണമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഇനി അവിടുന്ന് മറ്റ് ചില ഹദീസുകളിലൂടെ പറഞ്ഞ ചില മാർഗദർശനങ്ങളിൽപ്പെട്ടതാണ് അന്ന റിജാല അഹഖു ബിവസ്തി തരീഖ് മിനൻ നിസാ. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇപ്പൊ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോ, സ്ത്രീകൾ പുറത്തുകൂടെ സഞ്ചരിക്കുമ്പോ അതിന് ചില പ്രത്യേക മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അബൂ സഈദുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സഹാബിയാണ്, അദ്ദേഹം പറയുന്നു, അതെ, സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി മഹാനവറുകൾ കേട്ടു. എന്താ കേട്ടത്? വഹുവ ഖാരിജും മിനൽ മസ്ജിദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോ ഫഖ്തലത റിജാലു മഅൻ നിസാഇ ഫി ത്വരീഖ്, അതേ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇങ്ങനെ കൂടിക്കലർന്ന് മുട്ടിയിരുമ്മി പോകുന്ന രൂപത്തിൽ ഇങ്ങനെ ഒന്നിച്ചു നീങ്ങുന്നതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിന്നിസാ, സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, ഇസ്തഗ്ഫിർനാ, ഒന്ന് പിന്തി നിൽക്കൂ, ഒന്ന് പിന്തി നിൽക്കൂ, ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ. ഫഇന്നഹു ലൈസ ലകുന്ന അൻ തുഹഖിഖ്ന ത്വരീഖ്, വഴിയുടെ മധ്യത്തിലൂടെ നിങ്ങൾക്ക് നടക്കാൻ അവകാശമല്ല, വഴിയിലൂടെ മധ്യത്തിലൂടെ. ഇപ്പൊ ആണുങ്ങൾ ഒരു 4 പെണ്ണ് പോവുകയാണെങ്കിൽ റോഡ് ബ്ലോക്കാക്കിയ നിലക്കാണ് നെഞ്ചം വിരിച്ച് ആ നിലക്കുള്ളൊരു നടത്തം പൊതുതരത്തിലൂടെ. സ്ത്രീ പോവുകയാണെങ്കിൽ അവിടുന്ന് പറയാണ്, അലൈകുന്ന ബിഹാഫാത്തി ത്വരീഖ്, വഴിയോരങ്ങളാണ് നിങ്ങളുടെ നടപ്പാത, വഴിയോരങ്ങളിലൂടെ നടന്നു പോകണം. എത്രത്തോളം ഇന്നിപ്പോ നമ്മൾ വഴിയോരങ്ങളിലൂടെ നടന്നു പോയാൽ ഷോപ്പിന്റെ അവിടെ തട്ടൂലേ എന്നും ചിന്തിക്കണ്ട. നബിതങ്ങളുടെ കാലത്ത് അവിടുന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ വഴിക്കവലകളിലൂടെ റോഡുകളിലൂടെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് സൗകര്യമുള്ള സ്ഥലത്തുകൂടെ അടങ്ങി ഒതുങ്ങി പോകണം എന്നതിൽ നിന്നാണ് മനസ്സിലാക്കിയാൽ മതി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞപ്പോ സഹാബത്തിന് അങ്ങനെയാണല്ലോ, അവർക്ക് എന്തെങ്കിലും കേട്ടാ പിന്നെ അത് അപ്പ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. അങ്ങനെയുള്ള ഒരു മനസ്സായിരുന്നല്ലോ സഹാബ പുരുഷന്മാർക്കും സഹാബ വനിതകൾക്കും ഉണ്ടായിരുന്നത്. അതെ, ഇതങ്ങ് കേട്ടപ്പോ ഫകാനത്തിൽ മർഅതു തൽതസിഖു ബിൽ ജിദാരി ഹത്താ ഇന്ന സൗബഹാ ലയതഅല്ലഖു ബിൽ ജിദാരി മിൻ ലുസൂഖിഹാ ബിഹി. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതേ, ആ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പതിവെന്തായിരുന്നു? തൽതസിഖു ബിൽ ജിദാരി, അവരിങ്ങനെ മതിലിനോട് ചാരിയിട്ടാ പോവുക, വഴിയുടെ നടുക്കൂടിയൊന്നും അവർ നടക്കൂല. അവരൊരു ഒതുക്കമുള്ളവരാണ്, അടക്കമുള്ളവരാണ്. അവരിങ്ങനെ വളരെ ആ ശ്രദ്ധ അവരുടെ ഇടപഴക്കങ്ങളിൽ മുഴുവൻ പ്രകടമായിരുന്നു. എത്രത്തോളം ഹത്തായിന്ന സൗബഹ, അവരുടെ വസ്ത്രങ്ങൾ അത്രയും ചേർന്ന് നടന്നിട്ട് ചിലപ്പോ മതിൽമലൊക്കെ അവരെ ഡ്രസ്സിനിട്ട് തട്ടി കൊളത്തി വലിക്കുന്ന രൂപത്തിൽ അത്രയും വളരെ സൂക്ഷ്മതയോടെ ഇങ്ങനെ ആളുകളുടെ കൂടെ അങ്ങനെ ഒഴുകി ഇങ്ങനെ മാർക്കറ്റ് കൂടെ എല്ലായിടത്തും ഇങ്ങനെ പരന്നിങ്ങനെ നടക്കേണ്ടവരല്ല. എത്ര ശ്രദ്ധയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന സ്ത്രീകളെ കണ്ടപ്പോഴാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പെണ്ണുങ്ങൾ പള്ളിയിലുണ്ടല്ലോ, അവര് പള്ളിയിൽ വരലൊന്നും ഹറാമായിരുന്നില്ല. ചിലർക്ക് ഹറാമാണല്ലോ, അവര് പള്ളിയിലും വന്നു, ഈദ്ഗാഹിലും ഉണ്ടായി. അങ്ങനെ സംവിധാനങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്തി. അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോ മാന്യതമായ ഇസ്ലാമികമായ നിയമങ്ങളൊക്കെ പാലിക്കണം എന്ന് അവിടെ പഠിപ്പിക്കുകയാണ്. കണ്ടോ, നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്തു പോകുമ്പോ വളരെ സൗകര്യമുള്ള നിലക്ക് അങ്ങനെ ഒഴുകി അങ്ങനെ നടക്കേണ്ടവരല്ല. എവിടെയായിരുന്നു
നിന്നാലും അപ്പൊ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടും മാർക്കറ്റിൽ ഇറങ്ങിയിട്ടൊക്കെ വിലസുന്ന സ്ഥിതി എന്തായിരിക്കും? എത്രത്തോളമായിരിക്കും? അതും അവകാശമില്ലാത്ത നിലക്കുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, വേഷം ധരിച്ചുകൊണ്ട്, വളരെ മോശമായ നിലക്ക് സമൂഹത്തിന്റെ എല്ലാ അപകടങ്ങളെയും ത്രസിപ്പിക്കുന്ന, അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന നിലക്കൊക്കെ ഇറങ്ങി നടക്കുന്നത് എത്രത്തോളം ഈമാനികമായി കോട്ടം തട്ടിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ആ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ സമൂഹത്തിലേക്ക് ആവശ്യമായ എല്ലാ നിയമനിർദ്ദേശങ്ങളും എല്ലാ വിധത്തിലുള്ള വിധിവിലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വഴിക്കവലയുടെ മാത്രം പ്രശ്നമല്ല. എവിടെയൊക്കെ നമ്മൾ ഇടപെടുന്നുവോ അവിടേക്കെല്ലാം ഈ ഹദീസുകൾ വ്യാപകമാണ്. ഇവിടെയൊക്കെ ഇത്രയും ദുന്യവിയായ കാര്യങ്ങളിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്. ദുന്യാവിലെ ഒരു മുള്ളുകോറുന്നതിൽ നിന്നൊരാളെ രക്ഷപ്പെടുത്തിയവന് പാപമോചനം കിട്ടിയെങ്കിൽ ഒരു മനുഷ്യൻ ആഖിറത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുന്ന സ്വഭാവക്കാരനാണെങ്കിൽ, വിശ്വാസക്കാരനാണെങ്കിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കറിയണം. അതിന് പറയുന്ന നമുക്ക് ഇൽമു വേണം. ഏതാ അംറുൻ ബിൽ മഅറൂഫ് നടത്തണമെങ്കിൽ, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കണമെങ്കിൽ, ചീത്തയായ കാര്യങ്ങൾ തടയണമെങ്കിൽ അത് നടത്തുന്നവന് ഇൽമു വേണം. നന്മകൾ അയാൾക്കറിയണം, തിന്മകൾ ഏതൊക്കെയാണെന്ന് അയാൾ അറിയണം. അതിന് ഇൽമു വേണം, പഠനം വേണം. ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആയുധം, മോമിനിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഇൽമാണ്. അത് കിട്ടാവുന്നത് ഏതൊക്കെയാണോ? ഒരുപാട് സീഡികൾ, സംവിധാനങ്ങളില്ലേ, കേട്ട് ധാരാളമായി പഠിക്കുക, ഒഴിഞ്ഞിരുന്ന് വീടുകളിലൊക്കെ ഇരുന്ന് പഠിക്കുക, ധാരാളമായി വായിക്കുക, അതേ ഖുതുബകൾ ശ്രവിക്കുക. അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകളിലൂടെ, തഫ്സീറുകളിലൂടെയൊക്കെ ഇൽമുകൾ ഉണ്ടാകുക. ആ രൂപത്തിലൊക്കെ നമുക്ക് ഇൽമുണ്ടായി കഴിഞ്ഞാൽ ആ കിട്ടിയ ഇൽമ്, കിട്ടിയ വെളിച്ചം മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാൻ പലരുടെയും കഴിവുകൾ പലതായിരിക്കും. ആ കഴിവുകൾ ഉപയോഗപ്പെടുത്തി ഒരാളെങ്കിലും നന്നായി കഴിഞ്ഞാൽ, ഒരാളെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചാൽ നമ്മുടെ പരലോകം ഹൈറാകും, നമ്മുടെ ഖബറിൽ സമാധാനമുണ്ടാകും, നമുക്ക് ശാന്തിയുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ശാന്തിക്കും സമാധാനത്തിനും ആവശ്യമായ സൽക്കർമ്മങ്ങളിൽ എപ്പോഴും എല്ലാവരും മുഴുകിക്കൊണ്ടിരിക്കണം. ആവശ്യമായ ഓരോ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. അലസത കൈവെടിഞ്ഞുകൊണ്ട് ദീന് പഠിക്കുക, തഖ്വ ഉൾക്കൊള്ളുക, അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക, സർവശക്തനായ അല്ലാഹുവിങ്കൽ നിന്ന് പ്രതിഫലം മോഹിക്കുക, നരകാഗ്നിയെ ഭയപ്പെടുക, അതിലേക്ക് എത്തിച്ചേർക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. ആ നിലക്ക് ജീവിച്ചാൽ നമുക്ക് ശാന്തിയുണ്ട്, സമാധാനമുണ്ട്. ആ രൂപത്തിൽ എല്ലാ രൂപത്തിലുള്ള ഖൈറും പരലോകത്ത് നൽകപ്പെടുന്ന നല്ലവരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഖൈറും ബറക്കത്തും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തരുമാറാകട്ടെ. എല്ലാ പരീക്ഷണങ്ങളിലും സർവശക്തനായ നാഥന്റെ തുണയും അവന്റെ എല്ലാവിധത്തിലുള്ള കാവലുകളും നമുക്കുണ്ടായിത്തീരുമാറാകട്ടെ. എല്ലാ രൂപത്തിലുള്ള പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.